കേരളത്തിൽ നിന്നും എത്തിയ 115 BJP ജനപ്രതിനിധികൾക്കും ഡൽഹിയിൽ ആവേശോജ്വല സ്വീകരണമാണ് ലഭിച്ചത്. BJP ഡൽഹി ഘടകം അധ്യക്ഷൻ വീരേന്ദ്ര സച്ദേവ ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനിൽ നേരിട്ടെത്തിയാണ് ജനപ്രതിനിധികളെ സ്വീകരിച്ചത്. മേയർ VV രാജേഷ് യാത്രയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ ജനം പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുകയാണ്. S നന്ദഗോപൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. കേരളത്തിൽ നിന്നുമുള്ള ജനപ്രതിനിധികൾക്ക് ഡൽഹിയിൽ ഇന്ദ്രപ്രസ്ഥത്തിൽ വളരെ ആവേശോജ്വലമായ സ്വീകരണമാണ് നൽകിയിരിക്കുന്നത്. ഡൽഹി BJP ഡൽഹി ഘടകം ഒപ്പം തന്നെ കേരള സെൽ സംയുക്തമായി ചേർന്നുകൊണ്ടാണ് ഈ സ്വീകരണ പരിപാടികൾ ഏർപ്പെടുത്തിയത്. ഡൽഹി ഘടകത്തിൻ്റെ അധ്യക്ഷൻ വീരേന്ദ്ര സച്ദേവ തന്നെ നേരിട്ടെത്തി VV രാജേഷ് അടക്കമുള്ളവരെ സ്വീകരിച്ചു. VV രാജേഷ് ഇപ്പോൾ തിരുവനന്തപുരത്തിൻ്റെ മേയർ നമ്മളോടൊപ്പം ചേരുകയാണ്, യാത്രയിലാണ്. നമസ്കാരം രാജേഷ് ചേട്ടാ. എന്താണ് ഈ യാത്രയുടെ ഉദ്ദേശം എന്നുള്ളതെന്ന് വ്യക്തം? ഈ യാത്ര കൊണ്ട് രണ്ട് തരത്തിലാണ് ഉദ്ദേശിക്കുന്നത്. ഒന്ന്, ഇപ്പോൾ ഇന്നിപ്പോൾ വൈകുന്നേരം മുതൽ ഞങ്ങളുടെ പരിപാടികൾ തുടങ്ങുകയാണ്. ഇതിൽ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയുമായി നാളെ വൈകുന്നേരം നടത്തുന്ന ഒരു കൂടിക്കാഴ്ച, അദ്ദേഹത്തിൻ്റെ വസതിയിൽ നടത്തുന്ന, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അപ്പോൾ ഞങ്ങൾക്ക് വേണ്ടി മാത്രം അദ്ദേഹം അനുവദിച്ചിരിക്കുന്ന ഈ സമയത്ത് അദ്ദേഹം ഒരു അടിസ്ഥാന പ്രവർത്തനത്തിലൂടെ വളർന്നുന്ന ഒരാളായതുകൊണ്ട് തന്നെ അദ്ദേഹത്തോട് ഏത് കാര്യവും ഞങ്ങൾക്ക് പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടാകും. അപ്പോൾ ഞങ്ങൾ കൃത്യമായിട്ടുള്ള ഹോംവർക്ക് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ തിരുവനന്തപുരത്തിന് വേണ്ടിയുള്ള ഞങ്ങൾക്ക് പറയാൻ പറ്റുന്ന പരമാവധി കാര്യങ്ങൾ നിങ്ങൾ ആവശ്യപ്പെടും. പാർലമെൻ്ററി പ്രവർത്തനത്തെക്കുറിച്ച് അദ്ദേഹത്തെ പോലുള്ള ഒരാളിൽ നിന്ന് ഞങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ഷെയർ ചെയ്ത് കിട്ടും. തീർച്ചയായിട്ടും ഒരു 2-2.5 മണിക്കൂർ തിരുവനന്തപുരത്ത് അദ്ദേഹത്തോടൊപ്പം ഒരുമിച്ച് 2 വേദികളിലായിട്ട് ഉണ്ടായിരുന്നപ്പോൾ തന്നെ എനിക്കതിൽ വ്യത്യാസം മനസ്സിലായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ബഹുമാനപ്പെട്ട ആഭ്യന്തരമന്ത്രി, ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഏറ്റവും കൂടുതൽ റിസൾട്ട് ഓറിയൻറ്റഡായിട്ട് വർക്ക് ചെയ്തിട്ടുള്ള, അത് ഫലം കാണിച്ചിട്ടുള്ള നേതാക്കന്മാരിൽ ഒരാളാണ് ശ്രീ അമിത്ഷാജി. അദ്ദേഹവുമായിട്ട് ഒരു 2 മണിക്കൂർ ഞങ്ങൾ ഇൻട്രാക്ട് ചെയ്യുന്നുണ്ട്. ദെൻ പാർട്ടിയുടെ അഖിലേന്ത്യാ അധ്യക്ഷൻ നിതിൻ നബീൻജി, അദ്ദേഹം വളരെ ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരനായിട്ടുള്ള 5 തവണ അസംബ്ലിയിൽ ചെറിയ പ്രായത്തിനിടയ്ക്ക് തന്നെ ജയിച്ചിട്ടുള്ള നേതാവാണ്. അദ്ദേഹം കേരളത്തിൽ വന്നിരുന്നു. ഇനി കേരളത്തിലെ ജനപ്രതിനിധികൾക്ക് വേണ്ടി അദ്ദേഹം സമയം മാറ്റിവെക്കുകയാണ്. അതോടൊപ്പം തന്നെ മനോഹർലാൽ ഖട്ടാർജി കേന്ദ്ര നഗര വികസന വകുപ്പ് മന്ത്രിയാണ്. അപ്പോൾ തിരുവനന്തപുരം പോലൊരു സ്റ്റേറ്റ് ക്യാപിറ്റലിനും അതോടൊപ്പം തന്നെ ഞങ്ങൾ ഭരിക്കുന്ന തൃപ്പൂണിത്തുറ, പാലക്കാട് മുനിസിപ്പാലിറ്റികൾ ഒക്കെ തന്നെ പഞ്ചായത്തുകൾക്ക് ഏതു തരത്തിലാണ് കാര്യങ്ങൾ ചെയ്തു തരാൻ പറ്റുന്നത്, ഈ രീതിയിലുള്ള വളരെ ഡീപ്പായിട്ടുള്ള ചർച്ച അവിടെ നടക്കും. ഞങ്ങളുടെ അവസാനത്തെ സെഷൻ ഹാൻഡിൽ ചെയ്യുന്നത് BL സന്തോഷിയാണ്, സംഘടനാ സെക്രട്ടറി. അപ്പോൾ സംഘടനാപരമായിട്ടും ഭരണപരമായിട്ടും കേരളത്തിൽ പ്രവർത്തിക്കുന്ന തദ്ദേശ സ്ഥാപനങ്ങളിലെ ജനപ്രതിനിധികൾക്ക് എന്തൊക്കെയാണോ നേടിയെടുക്കാൻ സാധിക്കുന്നത് അങ്ങനെ കിട്ടുന്ന ഏറ്റവും നല്ലൊരു അവസരമാണിത്. മറ്റൊന്ന്, ഈ 105 കൗൺസിലർമാർ ഒരുമിച്ച് കഴിഞ്ഞ 3 ദിവസം ട്രെയിനിൽ ഒരുമിച്ച് യാത്ര ചെയ്യുന്നു, വിവിധ സംസ്ഥാനങ്ങളിലൂടെ യാത്ര ചെയ്യുന്നു. അപ്പോൾ വിവിധ സംസ്ഥാനങ്ങളിൽ കേരളത്തിൽ ഇപ്പോൾ ഉണ്ടായ ഈ വിജയം ഏതു തരത്തിലാണ് പ്രതിഫലിച്ചിരിക്കുന്നത്, ദേശീയ രാഷ്ട്രീയത്തിൽ തന്നെ എത്രമാത്രം സ്വാധീനിച്ചിട്ടുണ്ട് എന്നുള്ള ഗൗരവം ഞങ്ങൾക്ക് മനസ്സിലായി. അപ്പോൾ ആ ഗൗരവം കൂടി ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകാനും പരസ്പരം കൂടുതൽ അടുത്തറിയുവാനും കാര്യങ്ങളൊക്കെ തന്നെ ചർച്ച ചെയ്യുവാനും ഒക്കെ തന്നെ, ഇപ്പോൾ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ, മെമ്പർമാരൊക്കെ തന്നെ കോർപ്പറേഷൻ മേയർ എന്നുള്ള നിലയ്ക്ക് എന്നോട് ചില കാര്യങ്ങൾ ചോദിച്ചു. എനിക്ക് അവരുടെ അനുഭവങ്ങൾ മനസ്സിലാക്കുവാനും അവർക്ക് ചില കാര്യങ്ങളിലുള്ള ചില സജഷൻസ് പറഞ്ഞു കൊടുക്കാനും സാധിച്ചു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഭാവിയിലുള്ള ദിനങ്ങളിൽ എങ്ങനെയാണ് മീറ്റിങ്ങുകൾ നടത്തേണ്ടതെന്നുള്ളത് ഞങ്ങൾക്ക് പാർട്ടി, ദേശീയ സംസ്ഥാന നേതൃത്വത്തോടൊക്കെ പറയും. അങ്ങനെയുള്ള ഒരു വ്യത്യസ്ത അനുഭവങ്ങൾ നൽകുന്ന ഒരു യാത്രയായിരുന്നു. യാത്ര സദുദ്ദേശത്തോടുകൂടി ആയിരുന്നെങ്കിലും വിവാദങ്ങൾ ഒട്ടനവധി ഉണ്ടായിരുന്നു. അതായത് സർക്കാർ ഫണ്ട് ഉപയോഗിച്ചാണ്, കോർപ്പറേഷൻ്റെ ഫണ്ട് ഉപയോഗിച്ചാണ് യാത്ര, അനാവശ്യ യാത്ര തുടങ്ങിയ വിവാദങ്ങൾ പലതുണ്ടായിരുന്നു. എങ്ങനെ പ്രതികരിക്കും? അല്ല, ഇങ്ങനെയൊക്കെയുള്ള ഘട്ടങ്ങളിൽ സർക്കാർ ഫണ്ടും കോർപ്പറേഷൻ ഫണ്ടും ഒക്കെ ഉപയോഗിച്ചിട്ടുള്ളവരാണ് അത് പറയുന്നത്. BJP ഈസ് എ പാർട്ടി വിത്ത് എ ഡിഫറൻസ്. ഞങ്ങളുടെ പാർട്ടി ദേശീയ തലത്തിലും അന്തർദേശീയ തലത്തിലും ഒക്കെ ഇടപെടൽ നടത്തുന്ന പാർട്ടിയാണ്. അതുകൊണ്ട് തന്നെ ഓരോ കാര്യങ്ങളും ചെയ്യുമ്പോൾ ഗവൺമെൻറ് ഫണ്ട് എവിടെയാണ് ഉപയോഗിക്കേണ്ടത്, പാർട്ടി ഫണ്ട് എവിടെയാണ് ഉപയോഗിക്കേണ്ടത്, ഉത്തമ ബോധ്യം ദേശീയ നേതൃത്വത്തിനുണ്ട്. ഈ കാര്യത്തിൽ ആ ആശങ്കയും വേണ്ട. ഇക്കാര്യത്തിൻ്റെ ചർച്ച തുടങ്ങുന്നത് മുതൽ ഞങ്ങൾ വീട്ടിലെത്തുന്നതുവരെയുള്ള പണം മുഴുവൻ എന്തെങ്കിലും ചിലവുണ്ടെങ്കിൽ ആ ചിലവൊക്കെ മുടക്കിയിരിക്കുന്നത് പാർട്ടി, ദേശീയ നേതൃത്വവും സംസ്ഥാന നേതൃത്വവുമാണ്. അതിലൊന്നും ആർക്കും ഒരു ആശങ്കയും വേണ്ട. ചെയ്യാൻ പാടുള്ള കാര്യങ്ങൾ മാത്രമേ ജനാധിപത്യത്തിൽ ഞങ്ങൾ ചെയ്യുകയുള്ളൂ. ചില മാധ്യമങ്ങൾ ദുരുദ്ദേശത്തോടുകൂടി ശ്രീലേഖ വരുന്നില്ല എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ചില വാർത്തകൾ സൃഷ്ടിക്കാൻ ശ്രമിച്ചു. എങ്ങനെ പ്രതികരിക്കും? ഈ യാത്രയിൽ ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്ന 3 പേർക്കാണ് വരാൻ സാധിക്കാത്തത്. ഒന്ന്, ഞങ്ങളുടെ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ MR ഗോപൻജി, അദ്ദേഹത്തിന് വ്യക്തിപരമായ ഒരു അസൗകര്യമുണ്ട്. അതുപോലെ ശ്രീലേഖ ചേച്ചി ആലോചിച്ചിരുന്നാണ് വരാൻ വേണ്ടി. പക്ഷേ അവരെന്തുകൊണ്ടാണ് വരാത്തത്, വീട്ടിലെ അസൗകര്യം പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ പാറ്റൂർ രാധാകൃഷ്ണൻ, ആദ്യം ഞങ്ങൾ വരാമെന്ന് പറഞ്ഞ് ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന ഘട്ടത്തിൽ അദ്ദേഹത്തിന് ഒരു ചികിത്സയുടെ കാര്യം പറഞ്ഞിട്ടാണ് അദ്ദേഹത്തിന് അത് തുടരും ഇത്രയും ദിവസം മാറിയിക്കാൻ പറ്റാത്ത സാഹചര്യമുണ്ട്. പക്ഷേ ഞങ്ങൾക്ക് MR ഗോപൻജിയും പാറ്റൂർ രാധാകൃഷ്ണൻ തിരുവനന്തപുരത്തുള്ളത് അവിടുത്തെ കാര്യങ്ങൾ സജീവമായിട്ടുള്ള ഇടപെടലുകൾ നടത്തി മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഭരണപരമായ കാര്യങ്ങൾ അവിടെ അവർ നിർവഹിക്കുന്നുണ്ട്. ഒപ്പം തന്നെ മേയറുമായിട്ട് ചർച്ച ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളിലും മേയറുമായിട്ട് സംസാരിക്കുന്നുണ്ട്.
ദോഷൈക ദൃക്കുകളാണോ ഇതിന് കാരണം, അല്ലെങ്കിൽ ഇത്തരം പ്രചരണങ്ങൾ അഴിച്ചുവിടുന്നത്? ഞാൻ മറ്റൊരു ചാനലിൽ പറഞ്ഞല്ലോ, അടൽ ബിഹാരി വാജ്പേയി ഭാരതം ഒരു ഘട്ടത്തിൽ BJP ഭരിക്കുമെന്ന് പറഞ്ഞാൽ പരിഹസിച്ചവരാണ്. കേരളത്തിൽ BJP പാർലമെൻറ്റിൽ ജയിക്കുമെന്ന് പരിഹസിച്ചവരാണ്. തിരുവനന്തപുരം കോർപ്പറേഷനിൽ BJP ഭരണം നടത്തുമെന്ന് പറഞ്ഞാൽ പരിഹസിച്ചവരാണ്. ആ പരിഹസിച്ച പാർട്ടികൾ ഇന്ന് എവിടെ എത്തി നിൽക്കുന്നു, ഞങ്ങൾ എവിടെ എത്തി നിൽക്കുന്നു. അതുകൊണ്ട് അതിനൊന്നും കൂടുതൽ ഞാൻ അതെന്തൊരു മറുപടി പറഞ്ഞിട്ടില്ല. അതിനൊന്നും മറുപടിയുള്ള സമയം കളയണ്ട എന്നുള്ളതാണ് ഞങ്ങളുടെ അഭിപ്രായം. ഈ യാത്ര ഒരു സൂചന കൂടിയാണോ? അതായത് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളം പിടിച്ചടക്കുമെന്നുള്ള ഒരു സന്ദേശം നൽകുന്നത്, അല്ലെങ്കിൽ അതിന് കേന്ദ്ര നേതൃത്വം തങ്ങളെ പ്രാപ്തമാക്കുമെന്നുള്ള അത്തരമൊരു സന്ദേശം കൂടി ജനങ്ങൾക്കിടയിൽ നൽകുവാൻ വേണ്ടിയാണ്? അല്ല, കേരള നേതൃത്വം വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടല്ലോ, ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ഈ വിജയം ഉറപ്പായിട്ടും കേരളത്തിൽ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ എന്തായാലും കേരളം വളരെ ഗൗരവത്തോടെയാണ് BJP സ്വീകരിക്കാൻ ഒരുങ്ങുന്നത് എന്നുള്ളതാണ് ഈ തദ്ദേശ സ്ഥാപനങ്ങളിലെ അവരൊരു ഓൾട്ടർനേറ്റീവ് തേടും. എവിടെയാണോ ഒരു ഓൾട്ടർനേറ്റീവ് ആവാൻ BJPക്ക് സാധിക്കുന്നതെന്ന് ജനങ്ങൾക്ക് കോൺഫിഡൻസ് ഉള്ളത് അവിടെയൊക്കെ തന്നെ BJP വിജയിപ്പിക്കുകയാണ്. തിരുവനന്തപുരത്ത് സാധിച്ചു, അതുകൊണ്ട് അവിടെ വിജയിച്ചു. വളരെ സന്തോഷം. വലിയ ഉദ്ദേശ ലക്ഷ്യത്തോടു കൂടിയാണ് ജനപ്രതിനിധികൾ ഡൽഹിയിലേക്ക് എത്തിയത്. ഭരണ നിർവഹണം എങ്ങനെയാണ്, അല്ലെങ്കിൽ കേന്ദ്ര തലത്തിൽ എങ്ങനെയാണ് എന്നത് കണ്ടുപിടിക്കുക മാത്രമല്ല, അത് സ്വാഭാവികമായും നാട്ടിലേക്ക് എത്തിച്ച് തങ്ങളുടെ തദ്ദേശ സ്ഥാപനങ്ങളിൽ എത്തിച്ച് അത് നടപ്പാക്കുവാൻ വേണ്ടിയുള്ള വർദ്ധിത ഊർജ്ജത്തോടെ ഇവിടുന്ന് മടങ്ങുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ജനപ്രതിനിധികൾ ഡൽഹിയിലേക്ക് എത്തിയത്. ഉണ്ണി കെ വാര്യർക്കൊപ്പം ഡൽഹിയിൽ നിന്നും S നന്ദഗോപൻ, ജനം.